അതുകൊണ്ടാണ് സ്ത്രീക്ക് എപ്പോഴും പ്രഥമ പരിഗണന. ഇക്വാലിറ്റി ഇല്ലാതെ ഞാൻ പറയും സ്ത്രീ കഴിഞ്ഞിട്ടേ ഉള്ളൂ പുരുഷൻ. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ മൂല്യങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. രണ്ട്, നമ്മളൊക്കെ തന്നെ ഞാനിവിടെ ഉപയോഗിച്ചൊരു വാക്ക് ഗാർഹസ്ഥ്യത്തിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഗൃഹസ്ഥരാണ് എന്നാണ് കൂടുതൽ പറയുന്നത്. ഗൃഹസ്ഥ എന്നുള്ള വാക്ക് തന്നെ ആധ്യാത്മികതയുടെ കണക്കിൽ തെറ്റാണ്. ഗൃഹസ്ഥ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, കാട്ടിൽ താമസിക്കുന്നതാണ് വരസ്ഥം, അത്രേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങളുടെ ഗൃഹസ്ഥരായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും വെച്ചാൽ നമ്മൾ പറയും ഞാൻ എന്ത് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. കഴിഞ്ഞെന്ന് ചോദിച്ചാൽ ആ കഴിഞ്ഞെന്ന് പറയും. അപ്പോഴാണ് വീട്ടിലുള്ള രണ്ട് എന്ന് പറയും ഞാനിവിടെ താമസിക്കുന്നത്. പഴക്കടി ചുറ്റും കാണുന്ന പാറ്റ പറയും കുറെ കാലത്ത് 12 കൊല്ലം ഞാൻ പറയാം. താമസിക്കണവരുടെ കണക്കെടുത്ത് പറയുന്നതൊക്കെ പറഞ്ഞോളണം, കാരണം അവരൊക്കെ അവിടെ താമസിക്കുന്നത്. നിങ്ങൾ അതിന്റെ വാസസ്ഥലം ഇല്ലാണ്ടാക്കി നോക്കിയാൽ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി. അപ്പൊ അത് തിരിച്ച് പ്രതികരിക്കുന്നത് കാണാം, പ്രത്യേകിച്ച് കടന്നലിലേക്ക് വാസസ്ഥലം. കാരണം അവര് ഗൃഹസ്ഥരാണ്, നമ്മുടെ വീട്ടിൽ അവർ താമസിക്കുന്നത്. അതുകൊണ്ട് ഗൃഹസ്ഥർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നിടത്തോളം കാലം നേരത്തെ പറഞ്ഞ കണക്കുകൾ കൂടിക്കൊണ്ടേയിരിക്കും. മറിച്ച് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന ഒരു കണക്ക് അതിന് കൂടെ ചേർത്ത് വായിക്കുക. അങ്ങനെയാണ് വിധി. ഗൃഹസ്ഥാശ്രയമാകുക, അല്ലാണ്ട് ആരാധിക്കുക, ഗൃഹസ്ഥം മാത്രം ആവാതിരിക്കുക. എന്താണ് ഈ ആശ്രമം എന്നുള്ള ശബ്ദം കൊണ്ട് ഉത്തരാക്കുന്നത്? സന്യാസമായി താമസിക്കുന്ന സ്ഥലമാണ് വ്യാസം. എങ്ങനെയാണോ ഇവിടെ ആശ്രമം ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ആശ്രമങ്ങളൊക്കെ അവതാരണ ആശ്രമമുണ്ട്, ചിന്താവിച്ചിന്റെ ആശ്രമമുണ്ട്, അങ്ങനെ പറയരുതോ. ആശ്രമം എന്നുള്ള പദത്തിന് തന്നെ അർത്ഥം സന്യാസിമാരെ താമസിക്കുന്ന സ്ഥലമൊന്നുമല്ല. ആ എന്നുള്ള ശബ്ദം കൊണ്ട് ഒരുമിപ്പിക്കുന്നതിനെ ഉദ്ദേശിക്കുന്നു. ആ സേതു ഹിമാചലം എന്നാ പറയുക അല്ലെ, 1929 വരെ ഒരുമിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണ് ആ സേതു ഹിമാചലം. ശ്രമം എന്നുള്ളതുകൊണ്ട് തപസ് അല്ലെങ്കിൽ അനുഷ്ഠാനം എന്നൊക്കെ പറയുന്നു. അത് നടത്തുന്ന സ്ഥലമാണ് ആശ്രമം. ആത്യന്തികമായിട്ട് നമ്മുടെ കുടുംബങ്ങളും ഗാർഹസ്ഥ്യാശ്രമങ്ങളായിട്ട് മാറിയാൽ മാത്രമേ ഈ കണക്കുകളെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുള്ളൂ. അതിനെന്ത് വേണം? മൂല്യങ്ങളുടെ കൂടെ അനുഷ്ഠാനങ്ങൾ കൂടി ചേർത്ത് വെക്കണം. അതിനാണ് അനുഷ്ഠാനങ്ങൾ, അതിനാണ് ആവശ്യം, അതിനാണ് ക്ഷേത്രദർശനം ഒക്കെ വിധിക്കപ്പെട്ടിട്ടുള്ളത്. അതും സകുടുംബമുള്ള ക്ഷേത്രദർശനം. ഞാൻ അതിലേക്ക് വരാം. അല്ലാതെ ഭാര്യയ്ക്കൊരു സമയം, ഭർത്താവിനൊരു സമയം, കുട്ടികൾക്ക് വേറൊരു സമയം, അങ്ങനെയൊക്കെ. പിന്നെ ഈശ്വരന്മാർക്ക് നമ്മളായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കാതിരിക്കുക. തിങ്കളാഴ്ച ശിവൻ, ചൊവ്വാഴ്ച ദേവി, ശനിയാഴ്ച ശാസ്താവ്, വ്യാഴാഴ്ച വിനായകൻ. ഇത് മാറ്റം. അവരുടെ നാട്ടിലെ അമ്പലത്തിൽ പോകാൻ ഒരു നാളും നോക്കേണ്ട ആവശ്യമില്ല, ഒരു പട്ടണം നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ നോക്കി നോക്കി ഇതിന് നമ്മൾ ഗതിയിലായിരുന്നു. സ്വന്തം ഉമ്മത്ത് ഭഗവതി അമ്പലം ഉണ്ടാവും. ഞാൻ ചോദിക്കും പോണില്ലേ? ഞങ്ങൾ നോക്കി പള്ളി പോകാറുണ്ടല്ലോ. ദിവസം പോയാൽ ഒരു കുഴപ്പമില്ല, ഭഗവതി ഭാവം നമ്മളെ കാത്തിരിക്കുക. എന്റെ മക്കൾ എന്നെ വന്ന് കാണില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കാം, ഇനിയിപ്പോ അടുത്ത പൗർണമിക്ക് പോവാം. ഭഗവതി അനുഗ്രഹം പൗർണമിക്ക് മാത്രം മതി എന്ന് പറയുന്നതല്ലോ. പിന്നെ ഭഗവതി പോയി പറയാം സ്വന്തം വേണ്ടി മാത്രം എന്നെ അനുഗ്രഹിച്ചാൽ മതി. അത് വേണ്ട, അമ്മയെ അനുഗ്രഹിക്കണം എല്ലാ ദിവസവും വേണ്ടി. അതിനാണ് അനുഷ്ഠാനങ്ങളെ കൂടി ചേർത്ത് വെച്ചത്. അതുകൊണ്ട് ഭാരതീയ സങ്കല്പത്തിൽ ഈ പറയുന്ന ഗാർഹസ്ഥ്യാശ്രമം നന്നായി നടക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പുള്ള ആശ്രമം വൃത്തിക്ക് കൈകാര്യം ചെയ്തിട്ടാണല്ലോ പോവാൻ. ഏത് 4 ആശ്രമങ്ങളെ പ്രധാനമായിട്ട് പറയാം. ഏതൊക്കെയാണ്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. നേരത്തെ പറഞ്ഞ കണക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, കുടുംബ ബന്ധങ്ങളുടെ ശിഥിലത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, കുടുംബ ബന്ധങ്ങളുടെ ഒത്തൊരുമ നന്നായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഗാർഹസ്ഥ്യാശ്രമത്തിലേക്ക് കടന്ന ഒരാളെ ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലത് ബ്രഹ്മചര്യാശ്രമത്തിലുള്ള ഒരാളെ ഉപദേശിക്കുന്നതാണ്. നമ്മളിതാ ഈ കതിരിൽ വളം വെക്കരുത് പറയാൻ മതി. പാകപ്പെടുന്നതിന് മുമ്പ് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുത്തുകൂടുക. അതല്ലാതെ പാകമായിട്ട് ഇനി കുറച്ച് ഉപദേശിച്ച് നന്നാക്കാം എന്നാണ് ഭാവം ഉണ്ടെങ്കിൽ ഒരു വൃത്തിയില്ല. അതുകൊണ്ട് ഇന്നത്തെ തലമുറയുടെ കുട്ടികളോടാണ് കൂടുതൽ സംസാരിക്കാനുള്ളത്. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ലല്ലോ, അങ്ങനെ കാണരുതോ. ഇപ്പൊ അത് നമ്മളല്ല, നാളെ അത് നമ്മളുടെ അടുത്ത തലമുറയുടെ, മുമ്പ് അത് നമ്മുടെ മുമ്പത്തെ തലമുറ. അതാണ് കുടുംബം. നമ്മൾ വിചാരം ഇതാ ഇപ്പൊ ഈ കാണുന്ന ഈ എസ്റ്റാബ്ലിഷ്മെന്റ് മാത്രമാണ് കുടുംബം. അല്ല, ഇതിനൊരു തുടർച്ചയില്ല.
ആ തുടർച്ചയിൽ ഒരു കണ്ണു മാത്രമാണ് നമ്മൾ, ആ തിരിച്ചറിവുണ്ടാവുക. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഗാർഹസ്ഥ്യാശ്രമത്തിലുള്ള ഏത് കുട്ടിക്കും പഠിപ്പിച്ചു കൊടുക്കണം. രണ്ട് കാര്യങ്ങൾ ഇത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടിക്ക് ഏകദേശം ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാവും. ഞാൻ അതൊക്കെ ക്രിസ്ത്യാനിറ്റിയെ നന്നായിട്ട് ബഹുമാനിക്കുന്നു. അവരുടെ സൺഡേ സ്കൂളിൽ കൃത്യമായിട്ട് ആ ഒരു കോഴ്സ് കഴിയാൻ കഴിയാൻ പള്ളിയിൽ തന്നെ പറയും. ഭാര്യ ആവാൻ പോണ കുട്ടി, ഭർത്താവ് ആവാൻ പോണ കുട്ടി ഒരു കോഴ്സ് തന്നെയാണ്. അവിടെ പോയിട്ട് ഒപ്പിട്ട് വാങ്ങണം, ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ചോദിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റാണ്, അതിന് മുമ്പ് എഴുതിട്ടെടുക്കുന്നത്. ഇത് അതിനേക്കാൾ വലിയ ടെസ്റ്റാണ്. മറ്റേത് കമ്പി കൊണ്ട് വീണാലും പിന്നെയും രണ്ടാഴ്ച കഴിഞ്ഞ സമയം കിട്ടും. ഇത് വീണാ പോയി നിർത്തിയില്ലേ. അപ്പൊ അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഏതൊരു പുതിയ തലമുറ കുട്ടിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, എന്തിനാണ് ജീവിക്കുന്നത്. രണ്ട്, എങ്ങനെ ജീവിക്കണം. ഇത് രണ്ടു പറഞ്ഞത്. എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ലക്ഷ്യം, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതാണ് മാർഗം. ഇത് രണ്ടും പഠിപ്പിച്ചുകൊണ്ടാണ് അതിന് കാര്യം. ഒപ്പം സഹജീവികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബേസ് ആയിട്ടുള്ള ക്ലാസ്സിലുള്ള കുട്ടിക്ക്, നമ്മളൊക്കെ പറയുന്നത് ഞാനൊക്കെ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ആളായിരുന്നു. പ്ലസ് 1 പ്ലസ് 2 സമയത്ത് അവിടെ തുടങ്ങി എന്ത് ഇംഗ്ലീഷ് തുടങ്ങി. അപ്പൊ അവിടെ നമ്മൾ കേൾക്കാത്ത ചില പദങ്ങളൊക്കെ അവർ പറയുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അംശം, ഛേദം എന്നൊക്കെയായിരുന്നു, വിശ്വഭിന്നം എന്നൊക്കെയാണ്. ഫ്രാക്ഷനൊക്കെ നമ്മൾ എന്താണെന്നാണ് അറിയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇംഗ്ലീഷിനെ പഠിച്ച കുട്ടികൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരോട് ചോദിക്കാം, അപ്പൊ ഭിന്നം അവിടെ ബേസിലാക്കുന്ന അംശമാണ്. ഗാർഹസ്ഥ്യത്തിൽ ഈ ബേസ്, മൂല്യങ്ങളെ കുറിച്ചും ലക്ഷ്യത്തെ കുറിച്ചും മാർഗത്തെ കുറിച്ചും ബേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടില്ല. ഈ ബേസ് കൊടുക്കാനാണ് ആഗ്രഹം. ഞാൻ പറയുന്നത് ആ ബേസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ക്ഷേത്രത്തിൽ ഉപയോഗിക്കും. ആ കുട്ടിക്ക് ആധ്യാത്മികമായിട്ടുള്ള അറിവ് ഉണ്ടാവാൻ വേണ്ടി ക്ഷേത്രത്തെ ഉപയോഗിക്കുക. അതിനാണ് സത്സംഗം, അതിനാണ് പുരാണശ്രവണം, അതിനാണ് നാമജപം. എനിക്ക് ഇവിടെ മുതിർന്നവരായിട്ടുള്ള ആളുകളോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഇപ്പൊ ഈ പറഞ്ഞ ബ്രഹ്മചര്യാശ്രമത്തിലുള്ള, അതായത് ഇന്നത്തെ തലമുറ വിളിക്കപ്പെടുന്ന ജൻസിന്നോ മുക്കിന്നോ നിങ്ങൾ എന്ത് പേര് വേണമെങ്കിലും വിളിച്ചോ, കുഴപ്പമില്ല. ഈ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ ചോദ്യങ്ങളോട് നിങ്ങൾ അറഗൻസ് കാണിക്കാതിരിക്കുക. തർക്കുത്തരം, കുരുത്തക്കേട് ഒന്നും പറയാതിരിക്കുക. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയോ? നമ്മൾ അറിയില്ലായ്മയിൽ നിന്നാണ് ഈ അറഗൻസ് ഉണ്ടാവുന്നത് കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. ഒരു കുട്ടി അമ്മ എന്നോടൊന്ന് പറഞ്ഞിട്ട് ഭാഗവതത്തിന് കുട്ടി അമ്മയും 3 ദിവസം ഭാഗവതം കേൾക്കാൻ പോയി. മാർക്കറ്റിൽ പോയി 3 ദിവസം പോയി. അപ്പൊ 3 ദിവസം ഇവനെ അത്ര അവിടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്നത് ഈ കുട്ടിയാണ്. വെച്ചാൽ വരുന്ന തലമുറ നമ്മുടെ കുടുംബങ്ങളെ ഇനി നടത്തേണ്ട അടുത്ത കുടുംബനാഥനാണ് വരുന്നത്. ഈ കുട്ടിയാണ് ദൈവം ഒഴിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഈ കുട്ടിയാണ് അവിടെ ഈ അന്നദാനത്തിൽ നിൽക്കുമ്പോൾ അവനെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവൻ ചെയ്യണം. അത്ര നല്ല റോൾ മോഡലായിട്ടുള്ള കുട്ടി. അപ്പൊ അവിടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഭാഗവതാചാര്യനാണ് അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അദ്ദേഹം ഈ കുട്ടികളെ നോക്കി വീക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും അവനെ വിളിക്കുന്നു, പൂ കൊണ്ടുവരാൻ അമ്പലത്തിനകത്ത് പറഞ്ഞയക്കുന്നത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നരസിംഹാവതാര കഥയെ കുറിച്ച് പിറ്റേ ദിവസം കൃഷ്ണാവതാരം വായിക്കുന്ന സമയത്ത് കുട്ടി സ്കൂൾ വിട്ട് വന്നു. സാധാരണ അവനാണ് അമ്മയെ കണ്ടത്. അമ്മയെ പോട്ടെ, ഇന്ന് അവൻ ചായ കുടിച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കുന്നതാണ്. ഇന്ന് പോവാൻ ഭാവമില്ല. കുട്ടികളെ അമ്മ പിന്നെ അങ്കിൾ ചോദിച്ചു, കുറെ നേരം കേട്ടത് ചോദിക്കുന്നത്, നമുക്ക് അമ്പലത്തിൽ പോട്ടെ, സമയമില്ലേ, എന്താ റെഡിയാവാത്? കുട്ടി എടുത്ത വഴി പറഞ്ഞു, ഞാൻ ഇനി അങ്കിളില്ല, ഇനി മേലെ ഞാൻ അമ്പലത്തിക്ക് ഇല്ല. അവൻ സ്കൂളിൽ പോയി വന്നപ്പോഴാണ് ഈ ചിന്ത തുടങ്ങിയതാണ് അമ്മയ്ക്ക് തോന്നിയത്. ഞാൻ ആരോ വരെ ബ്രെയിൻ വാഷ് എടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും ദിവസം അമ്പലത്തിൽ പോകാൻ വേണ്ടി ചാടി കയറി പുറപ്പെട്ടിരുന്ന കുട്ടി ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ്, ഞാൻ ഇനി അമ്പലത്തിക്കില്ല. കുറെ തവണ വിളിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ പറയുന്ന ഒരു ടോണുണ്ട്, ഞാൻ അമ്മയോട് ഒരു തവണ പറഞ്ഞു അല്ലെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിക്കോളേ, പിന്നെ നിർത്തരുത്. പ്രത്യേകിച്ച് കുട്ടി ചായ കുടിച്ചോണ്ടിരിക്കട്ടെ, എപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അമ്മ വല്ലാതെ നിർബന്ധിക്കാൻ നിൽക്കാണ്ട് വളരെയധികം വിഷമത്തോടു കൂടി അമ്മ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണാവതാരം കഴിഞ്ഞിട്ട് ഭഗവാനോട് പറയാം, അങ്ങനെയാണോ എന്തുണ്ടെങ്കിലും ആകാശം അവിടെ നിന്ന് വന്നതാണ്, അവിടെ പോയിട്ട് ഭഗവാനോട് പറയാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഈ അമ്മ ഒറ്റയ്ക്ക് വരുന്നത് ഈ പ്രഭാഷണം നടത്തുന്നതിന്റെ ഇടയിൽ ആചാര്യൻ എന്ന് കാണുന്നുണ്ട്. സാധാരണ കുട്ടി മുമ്പിൽ ഓടി വന്നാൽ അദ്ദേഹം എല്ലാ ദിവസവും ഇത് കുട്ടിയെ കാണാനില്ല. അപ്പൊ തന്നെ തോന്നി കുട്ടിക്ക് എന്തെങ്കിലും വയ്യായ ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ വരാതിരിക്കുന്നത്.
പ്രഭാഷണം കഴിഞ്ഞ് ചായയുടെ ബ്രേക്കിൽ നിർത്തിയ സമയത്ത് അമ്മയെ കണ്ട സമയത്ത് ചോദിച്ചു, എന്റെ കുട്ടി വന്നില്ലേ, ഇത് പറ്റി. അപ്പൊ അമ്മയ്ക്ക് അത്രയും നേരം ഈ ഉള്ളിൽ കൊണ്ടുവന്ന വിഷം മുഴുവൻ അമ്മ കുട്ടിയിട്ട് അങ്ങനെ പൊട്ടിക്കരണ്ട, അവ അമ്പലത്തിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു സ്വാമി എന്നുള്ള കരയാൻ കണ്ടു. എപ്പോഴാണ് ഈ മാറ്റം ഉണ്ടായത് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, ഇന്ന് രാവിലെ വൈകുന്നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, സ്കൂളിൽ പോയി വന്നതുകൊണ്ട് പ്രശ്നമാണ്. ഒരു കാര്യം ഞാൻ അവനെ വിളിക്കണമെന്ന് പറയൂ, ഒന്നിനും കൊണ്ടുവരാൻ പറയുമോ. അപ്പൊ അവന്റെ കൂട്ടുകാർ പത്താം കേൾക്കാൻ വന്ന ആൾക്കാരെ സൈക്കിളിൽ പോയിട്ട് ഈ കുട്ടീനെ വിളിച്ചോണ്ട് വന്നു. അവിടെ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആചാര്യൻ സദസ്സിലുണ്ട്. അദ്ദേഹം ഈ കുട്ടി വരുന്നത് കണ്ടപ്പോ സദസ്സിൽ ഒന്നും പറഞ്ഞില്ല. അവിടെ കൃഷ്ണാവാര സമയത്ത് നേരിച്ചൊരു പഴമോ ചോക്ലേറ്റോ എന്നുണ്ടായിരുന്നു. അത് കയ്യിലെടുത്ത് കുട്ടിയെ കൊണ്ട് അദ്ദേഹം വിശ്രമിക്കുന്ന സ്ഥലത്ത് പോയി. അദ്ദേഹം അവിടെ പോയിട്ട് കുട്ടിയോട് ചോദിച്ചു, പോയാൽ നിന്നെ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, നിന്നെ വെച്ചാണ് ഞാൻ പല ക്ഷേത്രങ്ങളിൽ ഈ ഉദാഹരണം പറയാൻ പോയിരുന്നത്, നിന്നെ പോലെ ആവണം. പ്രഭാഷണം കഴിഞ്ഞ് സപ്താഹം കഴിയുമ്പോൾ നിനക്കൊരു സ്പെഷ്യൽ മൊമെന്റ് തരണമെന്ന് ഞാൻ ഇവിടെ കമ്മിറ്റിക്കാരോട് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് നീ ഞങ്ങളെയൊക്കെ നിരാശപ്പെടുത്തിയിട്ട് നിന്റെ അമ്മയെ വേദനിപ്പിച്ചു, എന്നെ വേദനിപ്പിച്ചു, എന്തിനാണ് കുട്ടി അങ്ങനെ പറഞ്ഞത് ചോദിച്ചു തുടങ്ങി. കുട്ടി ഇട്ട് കഴിഞ്ഞ് കുട്ടിക്ക് ഒന്നും മനസ്സിലാവാതെ കുട്ടി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് പറഞ്ഞ കാര്യം നിർവഹിക്കാന്ന് പറയുന്നത്. നീ അമ്പലത്തിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ നിന്റെ അമ്മയോട്, നിന്റെ അമ്മ അതിന്റെ പേരിൽ എത്ര വിഷമിക്കുന്നത് നിനക്ക് അറിയോ? നീ അമ്പലത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞതിന് ഞാനും കുറെ വിഷമിക്കുന്നുണ്ട്, നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ആ കുട്ടിയോട് അദ്ദേഹം ചോദിച്ചു മുഴുവിപ്പിക്കുക. അപ്പോഴേക്കും ആ കുട്ടി തിരിച്ചങ്ങനെ ചോദിച്ചു പറയും, സ്വാമി എന്നെ പറഞ്ഞ അമ്പലത്തിലേക്ക് വരണമെന്ന്. ഒറ്റ ചോദ്യത്തിൽ നിന്നു. അദ്ദേഹം എന്തിനു കഴിയും, ഞാൻ പ്രഭാഷണത്തിനോട് പലതും പറയാനുണ്ട്, ഇങ്ങനെ ഒരു മഹതിക്രമം എന്റെ അറിവിൽ ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഒരു കുട്ടിയോട് ഈ അമ്പലത്തിലേക്ക് വരണ്ട, ഞാൻ എപ്പോഴാ മോനെ ഇത് പറഞ്ഞതെന്ന് അദ്ദേഹം സ്വാമി ഒന്ന് ആരൊക്കെ പോയി ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ